السلام عليكم ورحمة الله وبركاته. الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان ما شاء الله كان ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവനിക്ക് ഇഷ്ടപ്പെട്ട മജ്ലിസുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവിധ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പ് നൽകി അവന്റെ റഹ്മത്തും അവന്റെ ഔദാര്യവും കൊണ്ട് വിജയിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് രോഗികളായ ആളുകൾ അവരുടെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, ഈ മജ്ലിസിന്റെ ഞങ്ങൾ ഓതുന്ന ദിക്റുകളുടെയും സ്വലാത്തുകളുടെയും അതുപോലെ നമ്മൾ ഓതുന്ന അസ്മാഉൽ ഹുസ്നയുടെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് പടച്ച തമ്പുരാനെ സീനത്ത് എന്ന സഹോദരിക്കും ഹംസ എന്ന സഹോദരനും അതുപോലെ തന്നെ ഹബീബെ സലാമിനും പാത്തു എന്ന സഹോദരിക്കും സ്വാലിഹ് മുഹമ്മദിനും ആയിഷ എന്ന സഹോദരിക്കും ഫാത്തിമോനും ഫാത്തിമാക്കും അതുപോലെ തന്നെ ഷാലൂസ് എന്ന സഹോദരിക്കും അതുപോലെ തന്നെ സുഹറ ലത്തീഫിനും ജാസിറ നൗഷാദിനും എം മൊയ്തീൻ കുഞ്ഞ് സാഹിബിനും ഉമറിനും സുബൈദ എന്ന പ്രിയപ്പെട്ട മാതാവിനും അവരുടെ കുടുംബത്തിനും അതുപോലെ മറ്റെല്ലാവരുടെയും കുടുംബത്തിനും റസീന എന്ന സഹോദരിക്കും തഷ്രീഫ് എന്ന സഹോദരന് ഹഫ്സത്ത് എന്ന സഹോദരിക്കെല്ലാം അല്ലാഹു തആല അവരുടെ രോഗത്തിനെല്ലാം ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ രോഗത്തിനെല്ലാം ശിഫാ തരട്ടെ. നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ ഭാര്യമാരുടെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല ശിഫാ തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല ശിഫാ തന്ന് അനുഗ്രഹിക്കട്ടെ. അൽഫ അസീസ് അവരുടെ മുറാദൊക്കെ അല്ലാഹു ഹാസിലാക്കട്ടെ. +1 സീറ്റ് കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അസ്മ എന്ന സഹോദരി അല്ലാഹു തആല ഖൈറായ കോളേജിൽ തന്നെ നല്ല രീതിയിൽ അഡ്മിഷൻ
മോട്ടിവേഷനും കൊടുത്ത് അള്ളാഹു നല്ല വിജയവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെയൊക്കെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അള്ളാഹു തആല ഹാസിലാക്കട്ടെ. സബീന നൗഷാദ് അള്ളാഹു തആല എല്ലാവിധ നിഅമത്തുകളും തന്ന് അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ. ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് വസിയത്തുകൾ ചെയ്തിട്ടുണ്ട്. അവരുടെ പലരുടെയും പേരുകൾ ഞാൻ മറന്നുപോയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം കേൾക്കുകയും എല്ലാം അറിയുകയും എല്ലാം കാണുകയും ഒക്കെ ചെയ്യുന്നവനാണ്. അള്ളാഹു തആല രോഗത്തിനൊക്കെ ആ ബുദ്ധിമുട്ടിനൊക്കെ അള്ളാഹു തആല അറുതി വരുത്തട്ടെ, ശമനം തരട്ടെ, സന്തോഷവും തന്ന് അനുഗ്രഹിക്കട്ടെ, ടെൻഷനുകൾ മാറ്റിത്തരട്ടെ, മനസ്സമാധാനം തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഉമ്മാക്ക് സുഖമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അസ്ന എന്ന സഹോദരി. അള്ളാഹു തആല ഉമ്മാക്ക് പരിപൂർണ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. ഭർത്താവിന് അള്ളാഹു ഖൈറായ ജോലി കൊടുക്കട്ടെ, ഖൈറായ വരുമാനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ, ദുആ എല്ലാം കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ഹസീന സാലി ദുആയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല മുറാദൊക്കെ ഹാസിലാക്കട്ടെ, എല്ലാവിധ നിയ്യത്തുകളും കബൂലാക്കട്ടെ. അവരുടെ പ്രയാസം അള്ളാഹു തആല മാറ്റി കൊടുക്കട്ടെ, അവരുടെ രോഗത്തിനൊക്കെ അള്ളാഹു ശിഫാവ് കൊടുക്കട്ടെ. അവരുടെ മക്കളെയും അതുപോലെ തന്നെ അവരുടെ ഭാര്യ ഭർത്താക്കന്മാരെയും അവരുടെ മാതാപിതാക്കളെയും ഒക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആലുവായിൽ നിന്ന് ഫാത്തിമ ബീവി എന്ന സഹോദരി അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. മൂസൻ എന്ന സഹോദരൻ റബ്ബ് അവരുടെ കുടുംബത്തിനെയൊക്കെ ഏറ്റെടുക്കട്ടെ. അൻസിൽ എന്ന സഹോദരൻ അള്ളാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മകളും ജീവിതത്തിൽ തന്ന് അനുഗ്രഹിക്കട്ടെ. മനസ്സമാധാനം തരട്ടെ, സന്തോഷം തരട്ടെ, റാഹത്ത് തരട്ടെ, ടെൻഷനുകൾ മാറ്റട്ടെ, കടങ്ങളൊക്കെ വിട്ടട്ടെ, രോഗത്തിനൊക്കെ അള്ളാഹു ശിഫാവ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ ദിവസവും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ തന്നെ എല്ലാവരും പരമാവധി നമ്മുടെ മജ്ലിസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഉസ്താദെ 6 വയസ്സായ പേരക്കുട്ടിക്ക് പനി ആണ്. റബ്ബ് സുബ്ഹാനഹു തആല ശിഫാവ് കൊടുക്കട്ടെ. അല്ലാഹു തആല ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. റസിയ കച്ചവടത്തിലൊക്കെ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ഖൈറായ കച്ചവടമാക്കി അനുഗ്രഹിക്കട്ടെ. ഹലാലായി സമ്പത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. ഉമ്മാക്ക് വല്ലാത്ത ടെൻഷനാണ്. അല്ലാഹു തആല ശിഫാവ് കൊടുക്കട്ടെ. ഒരു വിഷമം വിചാരിക്കേണ്ട. കടത്തിന്റെ കാര്യത്തിലും മോന്റെ കാര്യത്തിൽ അല്ലാഹു തആല കടങ്ങളൊക്കെ വീട്ടി കൊടുക്കട്ടെ. മകനിക്ക് ഖൈറായ ജീവിതം അല്ലാഹു സമ്മാനിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യാം. കാപ്പിൽ നിന്നും ഗർഭിണിയാണ്. അല്ലാഹു സ്വാലിഹായ മക്കൾ അല്ലാഹു തആല തരട്ടെ. ഗർഭസ്ഥ ശിശുവിന് അല്ലാഹു പരിപൂർണ വളർച്ച കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. എല്ലാവരും ദിവസവും ഓർമ്മപ്പെടുത്തുന്നത് പോലെ തന്നെ നമ്മുടെ ഈ മജ്ലിസ് മറ്റെല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇതിന്റെ സംഘാടകരായും വിജയിപ്പിക്കുന്നവരുമായിട്ട് മാറണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ അല്ലാഹു തആല ഖൈറാക്കട്ടെ. ഖൈറായ ജീവിതം അല്ലാഹു സമ്മാനിക്കട്ടെ. അവർക്കെല്ലാം അല്ലാഹു തആല കബൂലാക്കട്ടെ. ആമീൻ. എല്ലാവരെയും ഇൻഷാ അല്ലാഹ് മനസ്സിൽ കരുതുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നുണ്ട്. എല്ലാം അറിയുന്ന റബ്ബ് സുബ്ഹാനഹു തആലയാണല്ലോ. മുഹറം 24 ഉമ്മാന്റെ 2ാമത് ആണ്ടാണ്. അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കട്ടെ. അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കട്ടെ. ഖബർ വിശാലമാക്കട്ടെ. അവർ ചെയ്യുന്ന എല്ലാ നന്മകളും ആ മാതാവിന്റെ ഖബറിൽ അല്ലാഹു വെളിച്ചമാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അൻസിൽ ആയിഷ ബീവിയാണ്. ദുആ ചെയ്യണം. അല്ലാഹു തആല ആഫിയത്ത് തരട്ടെ, ദീർഘായുസ് തരട്ടെ. അല്ലാഹു എല്ലാ ഖൈറാത്തുകളും ചൊരിഞ്ഞു തരട്ടെ, എല്ലാ ബറകാത്തുകളും തരട്ടെ. അസുഖങ്ങളൊക്കെ അല്ലാഹു ശിഫാ തരട്ടെ. റംലാ നാസിർ, അനീസ താജുദ്ദീൻ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു തആല കബൂലാക്കട്ടെ. അപ്പോൾ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തുന്നത് പോലെ തന്നെ നമ്മുടെ മജ്ലിസ് എന്ത് ചെയ്യുക, എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹു തആല കബൂലാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ ലൈവിന്റെ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാവുകൊണ്ട് നരകം വാങ്ങുന്നവർ എന്ന ടൈറ്റിലാണ് നമ്മൾ സംസാരിക്കുക. നാവുകൊണ്ട് നരകം വാങ്ങുന്നവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. 5 നേരത്തെ നിസ്കാരങ്ങൾ ഇന്ന് ആരൊക്കെ നിർവഹിച്ചവരുണ്ടെന്ന് കൈപൊക്കിക്കേ. ആരൊക്കെയുണ്ട്? 5 നേരത്തെ നിസ്കാരം ഉസ്താദേ ഞാൻ നിർവഹിച്ചു, അൽഹംദുലില്ലാ, എനിക്ക് അല്പം സന്തോഷമുണ്ട്, സമാധാനമുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല കബൂലാക്കട്ടെ. എത്ര പേരുണ്ടെന്ന് പറയാവോ?
നമ്മള് നരകമോചനത്തിനുള്ള വഴികളെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടാമതായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തിയത് 5 നേരത്തെ നിസ്കാരങ്ങൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്ന മനുഷ്യനിക്ക് നരകത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തആല കൊട്ടിയടയ്ക്കും, അഥവാ അവനിക്ക് സ്വർഗം നിർബന്ധമാണ്. ആരൊക്കെയുണ്ട്? 5 നേരത്തെ നിസ്കാരങ്ങൾ ഇന്നത്തെ ദിവസം നിസ്കരിച്ചവർ എത്ര പേരുണ്ട്? ഉമറുൽ മുഖ്താർ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, ഹസീന സാരി അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, ഉമ്മു ഹബീബ് അല്ലാഹു എല്ലാവിധ നിഅമത്തുകളും തരട്ടെ, ഫാത്തിമ ടി പി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ, ഖദീജ ബീവി അല്ലാഹു തആല. ഞാൻ ഇതിങ്ങനെ ചോദിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, അതൊരു പ്രചോദനമാകട്ടെ. നിങ്ങൾ നാളെയും നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ നിസ്കരിച്ചോളൂ. ഈ പറയുന്ന ഞാനാണെങ്കിലും അല്ലാഹു തആല നമുക്ക് നിലനിർത്താൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല അത് നിലനിർത്തി തരട്ടെ, ആ സന്തോഷവും ബറക്കത്തും അല്ലാഹു നിലനിർത്തി തരട്ടെ. സുബൈദ എന്ന സഹോദരിക്ക് ബറക്കത്തുണ്ട്, അല്ലാഹു സമാധാനം ഒക്കെ ഉണ്ടെന്ന് അറിയിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തി തരട്ടെ. മുഹമ്മദ് ഹാരിസ്, നെഹ നസ്രിൻ, ഖദീജ അല്ലാഹു എല്ലാവിധ നിഅമത്തും ചൊരിഞ്ഞു തരട്ടെ. മൊയ്തീൻ കുഞ്ഞ് സാഹിബ് അല്ലാഹു തആല എല്ലാവിധ നിഅമത്തുകളും അല്ലാഹു ചൊരിഞ്ഞു തരട്ടെ. എത്ര പേരുണ്ട് നിസ്കരിച്ചു എന്ന് ധൈര്യത്തോടു കൂടി പറയുന്നു? സബീന നൗഷ നിസ്കരിച്ചോ? സുബു അറിയാവൽ, എനിക്കത് വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ. അവിയലെന്നോ അരീവിൽ എന്താണ്? അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. എന്തായാലും അല്ലാഹുവിന്റെ മുറാദ് ഹാസിലാക്കട്ടെ. ടെൻഷനൊക്കെ മാറ്റി തരട്ടെ. ജോലിയിലൊക്കെ അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും തരട്ടെ. സാധാ ഞാൻ ലുഹ മുതൽ ഒക്കെ നിസ്കരിച്ചു, അൽഹംദുലില്ലാഹ്. ആയിഷ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നസീറ പി അൽഹംദുലില്ലാഹ് നിസ്കരിച്ചോ. മിൻഹ ബിലാൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ, നിഅമത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇഷ ഇത് കാണുന്നുണ്ട്, കണ്ടു കഴിഞ്ഞിട്ട് നിസ്കരിക്കാമെന്നോ? ആഹാ, നിസ്കരിക്കുമോ? അത് പറ്റിക്കോ? ഇഷ ഇത് കഴിഞ്ഞ് നിസ്കരിക്കാം. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല എല്ലാ നിഅമത്തുകളും ചൊരിഞ്ഞു തരട്ടെ. സമാൻ സുഹൈൽ നടുവേദന അല്ലാഹു തആല മാറ്റി തരട്ടെ. അല്ലാഹു തആല എല്ലാ ശിഫാഉം തരട്ടെ. അപ്പൊ ഞാൻ ഇത് ചോദിക്കുന്നത് എന്തിനാ? നമ്മുടെ മദ്രസയിൽ കുട്ടികൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കും, ഇന്ന് ആരൊക്കെ നഖം വെട്ടി, ഇന്ന് ആര് പല്ല് തേച്ചു, ഇന്ന് ആരൊക്കെ കുളിച്ചു, ഇന്ന് ആരൊക്കെ നിസ്കരിച്ചു എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വരുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കും. എന്നതുപോലെ എല്ലാ ദിവസവും ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രചോദനമാകും. നാളെ ഉസ്താദ് ചോദിക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത വരും. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ എന്ത് ചെയ്യും? ചോദിക്കാതെ തന്നെ നിങ്ങൾ നിസ്കരിച്ചോളും. ഈ പറഞ്ഞ ഞാനാണെങ്കിലും അങ്ങനെ തന്നെ. അല്ലാഹു തആല നമ്മുടെ നിസ്കാരം നിലനിർത്താൻ തൗഫീഖ് തരട്ടെ. അരിവയലാണല്ലേ, അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നിഅമത്ത് ചൊരിഞ്ഞു തരട്ടെ. സാറ ഫാത്തിമ അല്ലാഹു ഖൈറും ബറക്കത്തും തരട്ടെ. ഞാൻ നിസ്കരിച്ചു. മുഹമ്മദ് ഹാരിസ് തൈറോയ്ഡ് അല്ലാഹു തആല ശിഫാ തരട്ടെ. എത്ര പേരുണ്ട്? ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞാട്ടെ. തുച്ഛമായ ആളുകൾ മാത്രമേ പറയുള്ളൂ. 10-30 പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പോരട്ടെ. ഞാൻ നിസ്കരിച്ചിട്ടില്ല. അതെന്താ? ഫാദിമോൻ മുഹമ്മദ് ഹാരിസ് അല്ലാഹു മുറാദൊക്കെ ഹാസിലാക്കട്ടെ. നിസ്കാരം നിലനിർത്തണം, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നാവ് കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെല്ലാം ശരിയാവാൻ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല എല്ലാ വിഷമങ്ങളും മാറ്റി തരട്ടെ. കുടുംബത്തിലൊക്കെ അല്ലാഹു ഖൈറും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനുഷ്യന്മാര് ഏറ്റവും കൂടുതൽ നരകത്തിൽ പോകാനുള്ള കാരണം എന്താണെന്നറിയുമോ? മനുഷ്യന്മാര് നരകത്തിൽ പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏതാണെന്നറിയോ? നമ്മുടെ നാവാണ്. നമ്മുടെ നാവാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാര് ഏറ്റവും കൂടുതൽ നരകത്തിൽ പോകാൻ കാരണം നാവാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നന്നാക്കേണ്ട, അവൻ ചൊവ്വാക്കി വെക്കേണ്ട, അവൻ സൂക്ഷിക്കേണ്ട ഒരു അവയവമാണ് നാവ്. ആ നാവിലൂടെ എത്രയെത്ര ആളുകളാണ് നരകം ഏറ്റുവാങ്ങിയതെന്നറിയുമോ? നരകത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സ്ത്രീകളാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എന്തേ കാരണം എന്തെന്നറിയോ? സ്ത്രീകൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. കൂട്ടുകാരി കാണുമ്പോഴത്തേക്ക് പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ട് ഫലിപ്പീരി തന്നെ, ഉള്ളതും
ഇല്ലാത്തതും ഒക്കെ ഇഷ്ടമുള്ളതാണെങ്കിൽ ഇഷ്ടമില്ലാത്തതാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കും. അത് നമ്മുടെ ഒരു പ്രകൃതമാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണമെന്നു സാരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങളെ പറഞ്ഞ് അല്ലാഹു തആല പറയുന്നുണ്ട്, നബിയേ അങ്ങ് പരുഷ സ്വഭാവിയും അഥവാ കഠിന സ്വഭാവിയും അഥവാ പരുക്കൻ സ്വഭാവവും കഠിന ഹൃദയവുമായിരുന്നുവെങ്കിൽ, നബിയെ അങ്ങേക്ക് പരുഷ സ്വഭാവവും കഠിന ഹൃദയവുമായിരുന്നു എങ്കിൽ അങ്ങയുടെ ചുറ്റുനിന്ന് വിശ്വാസികൾ പിരിഞ്ഞു പോകുമായിരുന്നു. ഇവിടെ ദീൻ ആരും സ്വീകരിക്കൂലായിരുന്നു. മാഷാ അല്ലാഹ്, നിസ്കരിച്ചവരൊക്കെ പറയട്ടെ, നിസ്കരിച്ചെന്ന് പറയട്ടെ, കള്ളം പറയരുത്. നിസ്കരിച്ചെന്ന് തന്നെ പറയണം. അല്ലാഹു തആല പരീക്ഷയൊക്കെ എളുപ്പമാക്കട്ടെ. സിനാൻ അല്ലാഹു എളുപ്പമാക്കട്ടെ. പരീക്ഷയ്ക്കൊക്കെ അല്ലാഹു നല്ല വിജയം തരട്ടെ, ഓർമ്മശക്തി തരട്ടെ, എല്ലാ കഴിവും ആരോഗ്യവും ഇരു ലോകത്തും അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, നബിയേ അങ്ങ് പരുഷ സ്വഭാവവും പരുക്കൻ സ്വഭാവവും കഠിന ഹൃദയവുമുള്ള ആളായിരുന്നുവെങ്കിൽ ഒരാള് പോലും നബിയേ താങ്കളുടെ അടുക്കൽ വരൂലായിരുന്നു. നബിയേ അങ്ങേ കേൾക്കാനായിരുന്നു. നബിയേ സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നബിയേ അങ്ങ് അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണം. നബിയേ അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും കാര്യങ്ങളിൽ അവരോട് കൂടിയാലോചന നടത്തുകയും ചെയ്യണം. നബിയേ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിശേഷണം പറഞ്ഞതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, പരുക്കൻ സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാവിനെ സൂക്ഷിക്കണം, സൽസ്വഭാവമായിരിക്കണം. അതാണ് ഇസ്ലാം വളരാനും നമ്മൾ വളരാനും നാളെ പരലോകത്ത് രക്ഷപ്പെടാനുമുള്ള മാർഗം. അതല്ലാന്നുണ്ടെങ്കിലോ ആ നാവ് കാരണം സുബ്ഹാനല്ലാഹ് നരകം വില കൊടുത്തു വാങ്ങേണ്ടവരായിട്ട് നമ്മൾ മാറും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, വീണ്ടും വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ജനങ്ങളുടെ മിക്ക രഹസ്യ സംഭാഷണങ്ങളിലും ഒരു നന്മയുമില്ല. ധർമ്മം ചെയ്യാനോ നന്മ ഉൾക്കൊള്ളാനോ ജനങ്ങൾക്കിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കാനോ കൽപ്പിക്കുന്നവരുടെ വാക്കുകൾ ഒഴിച്ച് അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവന് പിന്നീട് നമ്മൾ മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. സൂറത്തുൻ നിസായിൽ അല്ലാഹു തആല പഠിപ്പിച്ചു തരികയാണ്, സത്യവിശ്വാസിയുടെ സ്വഭാവം എങ്ങനെയാകണം, അവൻ ഏതൊക്കെ കാര്യങ്ങളിൽ മത്സരിക്കണം, അവന്റെ നാവ് കൊണ്ടുള്ള ദോഷങ്ങൾ എന്താണ്, ഗുണങ്ങൾ എന്താണ്, പ്രശ്നങ്ങൾ എവിടെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത്. നമ്മൾ നന്മ കൽപ്പിക്കുന്നവരാണോ, ധർമ്മം ചെയ്യാൻ കൽപ്പിക്കുന്നവരാണോ, അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുന്നവരാണോ, പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ, ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്നതിനല്ല നാളെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാണ്, ജനങ്ങളുടെ മിക്ക രഹസ്യ സംഭാഷണങ്ങളിലും ഒരു നന്മയുമില്ല. ധർമ്മം ചെയ്യാനോ നന്മ ഉൾക്കൊള്ളാനോ ജനങ്ങൾക്കിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കാനോ കൽപ്പിക്കുന്നവരുടെ വാക്കുകൾ ഒഴിച്ച്. ചില ആളുകളുണ്ട് പരസ്യമായിട്ട് ഭയങ്കര മാന്യനായിരിക്കും, പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പരസ്യമായിട്ട് ഭയങ്കര മാന്യമായിരിക്കും, രഹസ്യത്തിലോ അവൻ നാവിനെ സൂക്ഷിക്കൂല. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ലൈവിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, നാവ് കൊണ്ട് നരകം വാങ്ങുന്നവരാണോ, അതിനു വേണ്ടി പണിയെടുക്കുന്നവരാണോ, ആ പണി ഇവിടെ വെച്ച് നമ്മൾ ഒഴിവാക്കണം. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ലൗലാ അൻ അശുക്ക അലാ ഉമ്മത്തി ലഅമർതഹും ബിതഅഖുരിൽ ഇശാ ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൗലാ അൻ അശുക്ക അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ ഇശാ നമസ്കാരം പിന്തിച്ച് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൽപ്പിക്കുമായിരുന്നുവെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇശാ നിസ്കരിക്കുമ്പോൾ 1/3 ഭാഗത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് പിന്തിപ്പിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നല്ലതാണ്. നിസ്കരിക്കുന്നവർ മനസ്സിലായില്ലേ? ജമാഅത്ത് കൂടുകയാണെങ്കിൽ ജമാഅത്തിലേക്ക് തന്നെ കൂടണം. പിന്നെ അതിപ്പോ പിന്തിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി പിന്നീട് ഞാൻ നിസ്കരിച്ചു കൊള്ളാമെന്ന് വേറെ എന്തെങ്കിലും ജോലിയിലോ തിരക്കിലോ വാഹനം ഓടിക്കുന്ന അവസ്ഥയിലോ ആണ് വീട്ടിൽ ചെന്നിട്ട് നിസ്കരിക്കാമെന്നുള്ളതിലാണെങ്കിൽ രാത്രിയുടെ 1/3 ആ നിസ്കാരത്തെ പിന്തിപ്പിക്കൽ നല്ലതാണ്. അതുകൊണ്ടിപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇശാഇനെ പിന്തിപ്പിക്കൽ കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ ഇശാ നമസ്കാരത്തിനെ പിന്തിപ്പിച്ച് നിസ്കരിക്കാൻ പറയുമായിരുന്നു. കാരണം എന്താ? ഉസ്താദെ, മെൻസസ് ആയ സമയത്ത് കയ്യിന്റെ എല്ല് പൊട്ടി പ്ലാസ്റ്റർ ഇട്ടാൽ ശുദ്ധിയായി കുളിക്കേണ്ടത് എങ്ങനെയാണ്? ആ സമയത്ത് നമുക്ക് ശുദ്ധിയായിട്ട് കുളിക്കാൻ പറ്റത്തില്ലല്ലോ. പ്ലാസ്റ്റർ ഇട്ട പിന്നീട് ഇത് കഴിയുമ്പോഴത്തേക്കല്ലേ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അങ്ങനെ എനിക്ക് ചോദ്യം മനസ്സിലായില്ല കേട്ടോ, ഒന്നും കൂടെ ആവർത്തിക്കേ. അല്ലാഹു തആല ഈ മജ്ലിസ് കാണുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ വിഷയത്തിൽ നാവുകൊണ്ട് നരകം വാങ്ങുന്നവർ എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ശരിയായ വാക്ക് പറയുകയും ചെയ്യണേ. നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ, നിങ്ങളുടെ സംസാരം നന്നാവണമെന്ന് വിശുദ്ധമായ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വഖൂലൂ ഖൗലൻ സദീദാ, ശരിയായ വാക്ക് പറയുകയും ചെയ്യണേ. എന്ന് പറഞ്ഞാൽ കള്ളം പറയരുത്, എന്ന് പറഞ്ഞാൽ സത്യം മാത്രം പറയണം, നന്മകൾ മാത്രം പറയണം. മറ്റൊരാളെ വേദനിപ്പിക്കുന്ന അവസ്ഥ നമ്മുടെ നാവ് കൊണ്ടുണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പോൾ നമ്മൾ സുബഹി നമസ്കാരത്തിന് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഇശാ നിസ്കരിക്കാമെന്ന് പ്രതീക്ഷയുള്ളവർക്ക് പിന്തിപ്പിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനി പിന്തിപ്പിച്ചാൽ ചിലപ്പോൾ എനിക്ക് തഹജ്ജുദും കിട്ടൂല, ചിലപ്പോൾ സുബഹിയും ചിലപ്പോൾ ഖളായി പോകുമെന്ന് പേടിയുള്ളവരാണ് എങ്കിൽ ഇശാ ഇപ്പൊ തന്നെ നിസ്കരിക്കുന്നതായിരിക്കും നല്ലത്. പിന്തിപ്പിക്കേണ്ട ആവശ്യമില്ല. പരമാവധി രാത്രി തന്നെ നിസ്കരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ, ചിലപ്പോൾ രാത്രി ഉറക്കത്തിൽ വെച്ചങ്ങ് മരണപ്പെട്ടു പോയാലോ. അല്ലാഹു തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, മൻ തവക്കലലി മാ ബൈന ലഹിയൈഹി,
വമാ ബൈന റിജിലൈഹി തവക്കൽതു ലഹു ബാബൻ ബിൽ ജന്നാ തവക്കൽതു ലഹു ബിൽ ജന്നാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഒരാള് ഇരുത്തുടകൾക്കിടയിലുള്ളതിനെയും ഇരുത്താടികൾക്കിടയിലുള്ളതിനെയും ആരെനിക്ക് ഉറപ്പു നൽകുന്നുവോ അവനിക്ക് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പു നൽകാമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. രണ്ട് തുടകളുടെ ഇടയിലുള്ള അവയവം അത് നമ്മുടെ ഗുഹ്യാവയവമാണ്. ഹറാമുകളെ തൊട്ട് സൂക്ഷിച്ചാൽ, അതുപോലെ തന്നെ നമ്മുടെ നാവുകൾ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ്, ആ നാവിനെയും നമ്മുടെ ഗുഹ്യാവയവത്തിനെയും നമ്മൾ സൂക്ഷിച്ചാൽ തവക്കൽതു ലഹു ബിൽ ജന്നാ, അവനിക്ക് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പു നൽകാമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഈ ഹിദായത്തിൽ അൻവാറിന്റെ മജ്‌ലിസ് കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, സഹോദരിമാരോട്, ഉമ്മമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ നാവും നമ്മുടെ ഗുഹ്യാവയവും നമ്മൾ സൂക്ഷിക്കണം. ഹറാമുകളെ തൊട്ട് സൂക്ഷിക്കണം. ന്യൂനതകൾ പറയുമ്പോ, ഏഷണി പറയുമ്പോ, പരദൂഷണം പറയുമ്പോ, കളിയാക്കുമ്പോ, നമ്മുടെ അവയവങ്ങളെ ഹറാമിലേക്ക് തിരിച്ചു വിടുമ്പോ പടച്ച തമ്പുരാനെല്ലാം കാണുന്നുണ്ട്. ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ടല്ലോ, ആരും അറിഞ്ഞില്ലെങ്കിലും അല്ലാഹു അറിയുന്നുണ്ടല്ലോ. നിന്റെ രഹസ്യ പരസ്യങ്ങൾ അറിയുന്നവൻ റബ്ബാണ്. ആ റബ്ബിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കാൻ നിന്നാൽ പ്രവാചകൻ പറഞ്ഞതല്ലേ, തവക്കൽതു ലഹു ബിൽ ജന്നാ, അവനിക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്നനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ നാവുകളെ സൂക്ഷിക്കട്ടെ, കൽബുകളെ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ അവയവങ്ങളെ അല്ലാഹു ഹറാമുകളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. നാവാണ് നമ്മളെ ചതിക്കുന്നത്, നാവാണ് മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിക്കുന്നത്, നാവാണ് പരസ്പരം കലഹങ്ങൾ ഉണ്ടാക്കാൻ തുടക്കമിട്ടിരിക്കുന്നത്. ആ നാവാണ് നമ്മളെ പരസ്പരം മടിയുണ്ടാക്കാനും കലഹമുണ്ടാക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. മറ്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമൊന്ന് ആലോചിക്കണം. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറാ ഔ ലിയസ്മുത്. മൗനം വിദ്വാന് ഭൂഷണമെന്ന് കേട്ടിട്ടില്ലേ സഹോദരങ്ങളെ? മൻ കാന യുമിനു ബില്ലാഹി, ആർക്കെങ്കിലും അല്ലാഹയെ കൊണ്ട് വിശ്വാസമുണ്ടെങ്കിൽ, വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തെ കൊണ്ട് വിശ്വാസമുണ്ടെങ്കിൽ, ഫൽയഖുൽ ഖൈറാ, അവ നല്ലത് പറയട്ടെ, നല്ലത് മാത്രം സംസാരിക്കട്ടെ. അതിനവന് സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഔലിയസ്മുത്തവൻ മിണ്ടാതിരുന്നു കൊള്ളട്ടെ എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹയെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ, പടച്ച തമ്പുരാൻ നമ്മുടെ സംസാരത്തിനെ നിയന്ത്രിക്കാൻ പറഞ്ഞപ്പോ വിശ്വാസത്തിനെയും കൂടി മാനദണ്ഡമാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ആർക്കെങ്കിലും എന്നെ കൊണ്ട് അഥവാ അല്ലാഹയെ കൊണ്ട് വിശ്വാസമുണ്ടെങ്കിൽ, അന്ത്യദിനത്തെ കൊണ്ട് വിശ്വാസമുണ്ടെങ്കിൽ, നീ നല്ലത് മാത്രം പറയണേ, നല്ലത് മാത്രം പറയണേ, നല്ലത് മാത്രം പറയണേ. അതല്ലാന്നുണ്ടെങ്കിൽ ഔലിയസ്മുത്ത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നാളെ
ആഖിറത്തിൽ ചെല്ലുമ്പോ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും പടച്ച തമ്പുരാൻ സീൽ വെക്കുന്നതാണ്. എന്നിട്ട് നമ്മുടെ നാവിന് മാത്രം അല്ലാഹു തആല പെർമിഷൻ കൊടുക്കും സംസാരിക്കാൻ. സുബ്ഹാനല്ലാഹ്. ആ നാവ് നാളത്തെ പാരത്രിക ലോകത്ത് നാം ഈ ദുനിയാവിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് സാക്ഷി നിൽക്കുമെന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല സൂറത്ത് യാസീനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. നമ്മൾ ദിവസവും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നവരല്ലേ? അങ്ങനെ പതിവില്ലാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, നമ്മുടെ ഗുരുനാഥന്മാർക്ക് വേണ്ടി, നമുക്ക് ഇൽമു പഠിപ്പിച്ചു തന്നവർക്ക് വേണ്ടി, നമ്മളെ സഹായിച്ചവർക്ക് വേണ്ടി, നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് വേണ്ടിയിട്ടെല്ലാം ഇൻഷാ അല്ലാഹ് നിർബന്ധ ബുദ്ധിയിൽ എല്ലാവരും ഒരു യാസീൻ നമ്മൾ ഓതി ഹദിയ ചെയ്തു കൊടുക്കണം. ആ യാസീനിലാണ് അല്ലാഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. നിന്റെ ഖൽബിനും നിന്റെ ശരീരങ്ങൾക്കുമെല്ലാം അന്നത്തെ ദിവസം സീൽ വെച്ചിട്ട് അവരവർ ചെയ്ത എല്ലാ കാര്യങ്ങളും, ഓരോ അവയവങ്ങളും ചെയ്ത എല്ലാ കാര്യങ്ങളും നാം അവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സാക്ഷി നിൽക്കും. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മോശമായ സംസാരങ്ങൾ നടത്താൻ തുടങ്ങുമ്പോ, കളവ് പറയാൻ തുടങ്ങുമ്പോ, ഓരോരുത്തരുടെയും പച്ചമാംസം തിന്നാൻ തുടങ്ങുമ്പോ, ഏഷണി പറയാൻ തുടങ്ങുമ്പോ, നമീമത്ത് പറയാ തുടങ്ങുമ്പോ നാവിനെ ഒന്ന് പിടിച്ചു വെക്കണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പടച്ചവനെ നീ എനിക്ക് ക്ഷമ നൽകണേ അല്ലാഹ്. നമ്മുടെ അയൽവാസികളൊക്കെ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിച്ചെന്നിരിക്കും, പലതും പറഞ്ഞെന്നിരിക്കും, പല ആളുകളും നമ്മളെ വേദനിപ്പിച്ചെന്നിരിക്കും. നമ്മളും അതുപോലെ പറയാൻ നിന്നാൽ ഞാനും നിങ്ങളും എന്താ, അവരും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്റെ പ്രിയപ്പെട്ടവരെ, അവര് ചീത്ത വിളിക്കുന്നത് പോലെ നിങ്ങൾ ചീത്ത വിളിക്കാൻ നിന്നാൽ, അവര് തെറി പറയുന്നത് പോലെ, അവര് പിത്തിനെ പറയുന്നത് പോലെ, ഫസാദ് പറയുന്നത് പോലെ നമ്മൾ പറയാൻ നിന്നാ അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ എല്ലാ ദിവസവും ഹിദായത്തിൽ എന്നാണ് എന്റെ മജ്ലിസ് കാണുന്നവരല്ലേ? നാളെ മുതൽ ഇൻഷാ അല്ലാഹ്, ഇന്നു മുതൽ ഒരു കാര്യം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് പടച്ചവനെ ഇതെനിക്ക് പറയാൻ പാടുള്ള കാര്യമാണോ? പടച്ചവനെ ഇതാരെ കുറിച്ചാണ് പറയുന്നത്? ഇത് ഉള്ളതാണോ കള്ളമാണോ? ഞാനിത് പറഞ്ഞാൽ അവനിക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ വെറുപ്പുണ്ടാകുമോ? തന്റെ നാവിനെ സൂക്ഷിക്കാത്തതിന്റെ കാരണം കൊണ്ട് എത്ര അയൽവാസികളാണ് പിണങ്ങിക്കഴിയുന്നതെന്നറിയുമോ? എത്ര മാതാപിതാക്കളാണ് പിണങ്ങിക്കഴിയുന്നതെന്നറിയുമോ? എത്ര മക്കളും മാതാപിതാക്കളുമാണ് പിണങ്ങിക്കഴിയുന്നതെന്നറിയുമോ? എത്ര കുടുംബക്കാരാണ് പിണങ്ങിക്കഴിയുന്നതെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്. ഇന്നു മുതൽ നമ്മൾ ഒരാളെ ഒരു വാക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചാൽ ഒരു വട്ടമൊന്ന് നമ്മൾ ആലോചിക്കണേ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. ഒരു മണിക്കൂർ ഹിദായത്തിൽ അൻവാറിന്റെ മജ്ലിസിരുന്ന് കണ്ടിട്ട് പടച്ചവനെ എന്റെ നാവിനെ സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ നരകം വില കൊടുത്തു വാങ്ങുന്നവരാണെന്ന് പറയേണ്ടി വരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഈ മജ്ലിസ് കാണുന്ന എല്ലാ മുഅ്മിനീങ്ങളും ആമീൻ പറയണേ. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ. ഞങ്ങളുടെ നാവ് ഒരുപാട് ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ട് റബ്ബേ, വിഷമിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. അവർക്ക് ഇഷ്ടപ്പെടാത്ത പലതും പറഞ്ഞിട്ടുണ്ട്, തെറി വിളിച്ചിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ അത് കാരണം കൊണ്ട് നാളെ ഞങ്ങളെ നീ നരകത്തിന്റെ വിറക് കൊള്ളികളാക്കല്ലേ അല്ലാ.
നരകത്തിന്റെ അദാബിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും ഉമ്മമാര് ഈ ഹിദായത്തിൽ അൻവാറിന്റെ കുടുംബങ്ങളായിട്ട് മാറിയ അല്ലെങ്കിൽ മാറാനിരിക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഈ മജ്ലിസ് മറ്റെല്ലാ ആളുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണേ. എല്ലാ ആളുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ. എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. പിന്നെ ലൈക്ക് കൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അതും കൂടി ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. 234ഓളം ആളുകളുണ്ട്. അത്രയും ലൈക്ക് തന്നെ വന്നോട്ടെ. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നതിനുള്ള അടയാളമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി, നിർബന്ധിച്ചിട്ട് ചെയ്യുകയല്ല. ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും നന്മയിൽ ഒന്നിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. സ്വാലിഹായ സൽക്കർമ്മങ്ങളിൽ ഒന്നിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മണിക്കൂർ കൊണ്ടിരുന്ന് നിങ്ങൾ ഈ വാവ് കേട്ടിട്ടും നിങ്ങൾ നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കാത്തവരായിട്ട് മാറിയാൽ നരകത്തിനെ വലിയ പൈസ കൊടുത്ത് നിങ്ങൾ വില കൊടുത്ത് വാങ്ങേണ്ടവരായിട്ട് മാറും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബങ്ങളെ സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകളെ അത്തരത്തിൽ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടാകും, പരിഹസിച്ചിട്ടുണ്ടാകും, കളിയാക്കിയിട്ടുണ്ടാകും, കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും പോയി ഒന്ന് പൊരുത്തം ചോദിക്കണം. എല്ലാവരോടും ഒന്ന് പരസ്പരം പൊരുത്തം ചോദിക്കണം. അങ്ങനെ പിണങ്ങിക്കഴിയുന്നവരാരെങ്കിലും ഈ മജ്ലിസിലുണ്ടോ എന്ന് പറഞ്ഞാട്ടെ. ആരെങ്കിലും ഈ മജ്ലിസ് കാണുന്നുണ്ടോ? വാപ്പയും മക്കളും തമ്മില്, ഉമ്മയും മക്കളും തമ്മില്, ഭാര്യയും ഭർത്താവും തമ്മില്, അതുപോലെ തന്നെ കുടുംബക്കാര് തമ്മില്, അയൽവാസികൾ തമ്മില്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിണങ്ങി കഴിയുന്നവർ ഈ മജ്ലിസ് കാണുന്നുണ്ടോ? അറിയട്ടെ, ഞാനൊന്ന് അറിയട്ടെ. ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പിണങ്ങി കഴിയുന്നവരുണ്ടെങ്കിൽ ഈ മജ്ലിസ് നിങ്ങൾ പിണക്കത്തോടുകൂടി കണ്ടിട്ട് അർത്ഥമില്ല. പിണങ്ങി കഴിഞ്ഞിട്ട് കണ്ടിട്ട് അർത്ഥമില്ല. പോയി പിണക്കം മാറ്റിയിട്ട് ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേലും കുഴപ്പമില്ല. നിങ്ങൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ കുടുംബക്കാരുടെ പിണക്കം മാറ്റ്. വാപ്പായുടെ അടുത്ത് പോയി മിണ്ട്, ഉമ്മ അടുത്ത് പോയി മിണ്ട്, അതുപോലെ തന്നെ ഭാര്യയോടൊന്ന് മിണ്ട്, ഭർത്താവിനോടൊന്ന് മിണ്ട്, പരസ്പരം ഒന്ന് സ്നേഹിക്ക്, സഹകരിക്ക്. അങ്ങനെ നിങ്ങൾ സ്വർഗം വാങ്ങാൻ കരസ്ഥമാക്കുക. അല്ലാതെ ഒരു മണിക്കൂർ വന്നിരുന്നിട്ട് കേട്ടിട്ട് ആമീൻ ആമീൻ പറഞ്ഞാല് നമ്മുടെ ദുആ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. അങ്ങനെയുള്ളവർ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട സഹാബിമാര് പറയുമായിരുന്നു, ആരെങ്കിലും പിണങ്ങിയിട്ടാണ് ഈ സദസ്സിൽ വന്നിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. അല്ലാഹുവിന്റെ അദാബിറങ്ങാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ സദസ്സിൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുക? പെട്ടെന്ന് എഴുന്നേൽക്കുക. പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അവരുമായിട്ടൊന്ന് പൊരുത്തം ചോദിക്കണം. അസ്സലാമു അലൈക്കും അവിടെ തീരണം. ഒരു സലാം പറഞ്ഞാൽ വർഷങ്ങളോ ആയിട്ട് പിണങ്ങി കഴിയുന്ന ആ പിണക്കങ്ങളൊക്കെ ആ ഒരു സലാമോടുകൂടി അലിഞ്ഞ് ഇല്ലാതെയാകണം. അത് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ആദ്യം സ്വർഗം നേടാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു തആല ഭാഗ്യം തരട്ടെ. എനിക്ക് ശത്രുവുണ്ട്, എനിക്ക് ആരോടും പിണക്കമില്ല, മനസ്സിനൊരു വിഷമമുണ്ട്, അല്ലാഹു മാറ്റിത്തരട്ടെ. ശത്രുക്കളൊന്നും നമുക്ക് വേണ്ട. എന്തിനാ പരസ്പരം ശത്രുത, പരസ്പരം എന്തിനാ പിണക്കം, പരസ്പരം എന്തിനാ കലഹങ്ങൾ? അങ്ങനെ സമ്പാദിച്ച് വെച്ചിട്ട് നാളെ ആഖിറത്തിലേക്ക് പോകുമ്പോൾ അതുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? നമ്മളെ പല ആളുകളും ശത്രുവായിട്ട് കണ്ടാലും, നമ്മുടെ അടുത്ത് പലരും പിണക്കം കാണിച്ചാലും, നമ്മളെ എല്ലാവരും വേദനിപ്പിച്ചാലും നമ്മൾ അങ്ങോട്ട് അവരെ സന്തോഷിപ്പിക്കുക, പരമാവധി അവരോട് സഹകരിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്തു കൊടുത്തേണ്ടിരിക്കുക. അവരെന്റെ അടുത്ത് മിണ്ടണില്ലല്ലോ, അവനെന്നെ ചീത്ത വിളിച്ചില്ലേ, അതുകൊണ്ട് ഞാനും വിളിക്കാൻ പോവുക. എന്റെ വാപ്പാക്ക് വിളിച്ചു, അതുകൊണ്ട് ഞാനും വിളിക്കുന്നു. എന്റെ ഉമ്മാക്ക് വിളിച്ചില്ലേ, അവനെന്നെ ചീത്ത വിളിച്ചില്ലേ, അവനെന്നെ തെറി വിളിച്ചില്ലേ, കേസ് കൊടുക്കാൻ പോവുക, വഴക്ക് കൊടുക്കാൻ പോവുക. അപ്പൊ പിന്നെ നമ്മളും അവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ്
തൗഫീക്ക് തരട്ടെ. പിണങ്ങരുത് മുഅ്മിനേ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നല്ലേ, അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അതെന്നെ അറിയിക്കട്ടെ, അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ആ പിണക്കങ്ങളൊക്കെ മാറ്റട്ടെ. പിണക്കങ്ങളൊക്കെ മാറണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറണം. 40 ഹജ്ജ് ചെയ്തിട്ട് കഅബ പിടിച്ചിട്ട് ഹജറുൽ അസ്വദ് പിടിച്ച് മുത്തി പടച്ചോനെ, എന്താ കാര്യം? യാതൊരു ഫലവുമില്ല, യാതൊരു ഫലവുമില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ ശത്രുത മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്നനുഗ്രഹിക്കട്ടെ. +1 റിസൾട്ട് വന്നു, അൽഹംദുലില്ലാഹ്. നല്ല മാർക്ക് ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ മജ്‌ലിസിൽ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞതാണ്. അല്ലാഹു തആല നല്ല വിജയം കൊടുക്കട്ടെ. ഇതുപോലെ നമ്മുടെ പഠിക്കുന്ന മക്കൾക്കെല്ലാം അല്ലാഹു നല്ല വിജയം കൊടുക്കട്ടെ. അല്ലാഹു തആല നല്ല ഉഖ്റവിയായ മക്കളാക്കട്ടെ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല എല്ലാ നിഅമത്തുകളും അല്ലാഹു ചൊരിഞ്ഞു തരട്ടെ. കടത്തിലാണ്, അല്ലാഹു തആല കടങ്ങൾ വീട്ടി തരട്ടെ. സിനാൻ കേരള അല്ലേ, അല്ലാഹു തആല എല്ലാ കടങ്ങളും വീട്ടി തരട്ടെ. അല്ലാഹു തആല എല്ലാത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ഷെയർ ചെയ്തു കൊടുക്കട്ടോ. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിൽ ഇടപെടുന്നതിന് മുമ്പ് വിശ്വാസികളെ, സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറാ. നിങ്ങൾ നല്ലത് പറയണേ, നന്മ പറയുന്ന ആളുകളാകണേ. പിണങ്ങി കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും ഇക്ക, അല്ലെങ്കിൽ എന്റെ ഇക്ക, എന്റെ മോളെ, എന്റെ മുത്തേ, എന്റെ പൊന്നെ, കരളെ, തേനെ, പാല്, എന്താണെങ്കിലും വേണ്ടില്ല, എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, പരസ്പരം ആ പിണക്കം മാറ്റിയേ പറ്റൂ. ഈ കാലഘട്ടത്തെ അത് അനിവാര്യതയാണ്. നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുന്നതിന് അത് അനിവാര്യതയാണ്. നമ്മുടെ ദുആകൾ സ്വീകരിക്കുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ മറ്റു അമലുകളൊക്കെ സ്വീകരിക്കുന്നതൊക്കെ അനിവാര്യത തന്നെയാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ കറിക്കും ചോറിനും ഒക്കെ ഉപ്പില്ല എങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു. കഴിക്കാൻ തന്നെ ഒരു മടിയായിരിക്കും അല്ലേ, ഉപ്പില്ലാത്ത കറിയും ഉപ്പില്ലാത്ത കഞ്ഞിയും ഉപ്പില്ലാത്ത ചോറും ഒക്കെ എന്നതുപോലെയാണ്. അത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ദുഷ്ഫലമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോൾ ശരിയായല്ലേ? പോയി സലാം ചൊല്ലി അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഒരുപാട് സഹോദരങ്ങള്, ഉമ്മമാര് വിളിച്ചിട്ട് പറയുന്നുണ്ട്, മക്കള് ഒരു ഫോൺ ചെയ്തിട്ട് വർഷങ്ങളായി എന്നെ നോക്കുന്നില്ല. അവനെനിക്ക് ചെലവിന് തരുന്നില്ല, എന്നോട് പിണക്കമാണ്, ശത്രുതയിലാണ്, ആങ്ങള മിണ്ടുന്നില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്താണ് ചെയ്യുക? നേരിട്ട് പോയി സംസാരിക്കണം. നമ്മൾ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ പരമാവധി ചെയ്യണം. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനോട് 3 ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങി കഴിയാൻ പാടില്ല. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനോട് 3 ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങി കഴിയാൻ പാടില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അസ്മ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. സ്വാലിഹായ എല്ലാ അമലുകളും അല്ലാഹു തആല കബൂലാക്കട്ടെ. എന്റെ വല്ലിപ്പാക്ക് ഖബറിലാണ്, അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കട്ടെ. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യണം. ആരാണോ ആദ്യമായിട്ട് അങ്ങോട്ട് പോയെന്ന് സലാം പറഞ്ഞ് പരസ്പരം പൊരുത്തപ്പെടിച്ച് പരസ്പരം മിണ്ടുന്നതിൽ ആദ്യം ആരാണോ തുടക്കം കുറിക്കുന്നത് അവനിക്ക് സ്വർഗ്ഗമുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അവനിക്ക് സ്വർഗ്ഗമുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹപ്രായം കഴിഞ്ഞ സഹോദരിയുടെ വിവാഹം അല്ലാഹുവേ നീ നടത്തി കൊടുക്കണേ അല്ലാ. തടസ്സങ്ങൾ മാറ്റണേ അല്ലാ. കുറവുകൾ നീ പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ ഗൾഫിലേക്ക് യാത്ര തിരിക്കുന്നു അല്ലാ, അവിടെ എല്ലാ യാത്രകളും എളുപ്പമാക്കണേ അല്ലാ. തടസ്സങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ. ഈ മജ്‌ലിസ് കൊണ്ട് എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ഉപകാരം നൽകണേ അല്ലാ. ഉപകാരം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ.
മരണപ്പെട്ടു പോയ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് റബ്ബേ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നമ്മൾ പഠിക്കണേ, അത് ജീവിതത്തിൽ പകർത്തണേ. ഏതൊരു മുഅ്മിൻ പരസ്പരം 3 ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങി കഴിയുന്നുണ്ടോ, അങ്ങനെ പിണങ്ങി കഴിയാൻ പാടില്ല. ആരാണോ ആദ്യം പോയി അങ്ങോട്ട്, അവൻ മിണ്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, നീ അങ്ങോട്ട് പോയി മിണ്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടല്ലോ, സലാം പറഞ്ഞിട്ടുണ്ടല്ലോ, അവനിക്ക് സ്വർഗമുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവേ, കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങി കഴിയുന്നവരുണ്ട് റബ്ബേ, അവരുടെ പിണക്കങ്ങൾ നീ മാറ്റണേ അല്ലാ. മാതാപിതാക്കളും മക്കളും തമ്മിൽ, പേരക്കുട്ടികൾ തമ്മിൽ പിണങ്ങി കഴിയുന്നുണ്ട്. ഒരുപാട് ഉമ്മമാര് വിളിച്ചിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ട മനസ്സോടുകൂടി കണ്ണീരോടുകൂടി എനിക്കൊന്ന് മരിച്ചു കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തേ കാരണം? ആ മകൻ എന്നെ നോക്കുന്നില്ല, എന്നെ അനുസരിക്കുന്നില്ല, എന്നെ നോക്കുന്നില്ല, എനിക്ക് ചെലവിന് തരുന്നില്ല, എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഞാൻ പോറ്റി വളർത്തിയ, കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ പൊന്നുമകൻ, ഞാനാണ് അവന്റെ വിവാഹം നടത്തി കൊടുത്തത്. ഒരു പെണ്ണ് വന്ന് കയറിയപ്പോ അവൻ എന്നെ പുറങ്കാല് കൊണ്ടെന്നെ ചവിട്ടി എറിഞ്ഞു കളഞ്ഞു. ഉസ്താദേ, എനിക്കൊന്ന് മരിക്കണമെന്നാണ് ആഗ്രഹം, എനിക്ക് മരിച്ചു കിട്ടണമെന്നാണ് ആഗ്രഹം, അതിനു വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യണേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള എത്ര കുടുംബങ്ങളാണ്, എത്ര മാതാപിതാക്കളാണ്, എത്ര മക്കളാണ്, പേരക്കുട്ടികളാണ്, കുടുംബക്കാരാണ്, അയൽവാസികളുള്ളത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ മജ്‌ലിസ് കൊണ്ട് ഒരു പിണക്കം മാറാനെങ്കിലും നിങ്ങൾ ഈ മജ്‌ലിസ് കൊണ്ടൊരു ഉപകാരം ഉണ്ടാക്കണം. 1 മണിക്കൂർ നിങ്ങളിരുന്ന് കണ്ടിട്ട് പിണക്കം മാറാനെങ്കിലും നിങ്ങൾ ഈ മജ്‌ലിസ് കൊണ്ട് ഉപകാരം ഉണ്ടാക്കണം. ഒരു സലാം കൊണ്ട് പിണക്കം മാറ്റാൻ ഈ മജ്‌ലിസ് കൊണ്ട് ഉപകാരം ഉണ്ടാക്കണം. അല്ലാഹു തആല നമ്മുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ. ഈ മജ്‌ലിസ് കാണുന്നവരെ റബ്ബേ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവിടെ മുറാദ് ഹാസിലാക്കണേ അല്ലാ, അവിടെ നിയ്യത്തുകളെ കബൂലാക്കണേ അല്ലാ, അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ, അവരുടെ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ, നിഅമത്ത് നൽകണേ അല്ലാ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, പിണങ്ങിക്കഴിയുന്നവരുടെ പിണക്കങ്ങൾ മാറ്റണേ അല്ലാ, ശത്രുത മാറ്റണേ അല്ലാ, വൈരാഗ്യം മാറ്റണേ അല്ലാ, പരസ്പരം ഒന്നിപ്പിക്കണേ അല്ലാ, പരസ്പര സ്നേഹം നിലനിർത്തണേ അല്ലാ, ഐക്യം നിലനിർത്തണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. ഭർത്താവ് മരണപ്പെട്ടു പോയവരുണ്ട്, ഭാര്യ മരണപ്പെട്ടു പോയവരുണ്ട്, മക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്, മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹു അവർക്കെല്ലാം നീ സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, നരകം ഹറാമാക്കണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, സ്വർഗം നൽകണേ അല്ലാ. ഈ മജ്‌ലിസ് കണ്ടിട്ട് അയൽവാസിയോട് പിണക്കമായിരുന്നു, മിണ്ടി എന്ന് പറഞ്ഞിരുന്നു വിളിച്ച് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, അവരെ നീ ഒന്നിപ്പിക്കണേ അല്ലാ, ആഖിറത്തിലും മുതൽക്കൂട്ടാക്കുന്ന ബന്ധങ്ങളാക്കി റബ്ബേ നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, ശത്രുതകൾ റബ്ബേ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. പുറത്തു പറയാൻ മടിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾക്കെല്ലാം നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ലൈലാ ബീവിയുടെ മരുമകൻ മെഡിക്കലിന് പോയിരിക്കുകയാണ് റബ്ബേ, നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ആ മെഡിക്കൽ കിട്ടാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ലാ. യാത്രയെല്ലാം നീ ബറക്കത്തുള്ള യാത്രയാക്കണേ അല്ലാ, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ, അവരുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്‌ലിസ് കാണുന്ന ഉമ്മമാരെ ഉപ്പമാരെ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, അവരെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ, കടങ്ങൾ വീട്ടണേ അല്ലാ,
നിഅമത്ത് കൊടുക്കണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റാഹത്ത് കൊടുക്കണേ അല്ലാ, സാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ, കണ്ണിന് കുളിർമേകുന്ന മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ഈ മജ്ലിസ് ഷെയർ ചെയ്യുന്നവരുണ്ട്, അല്ലാഹുവേ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. സലാം പറഞ്ഞു എന്ന് പറഞ്ഞവരുണ്ട്, അൽഹംദുലില്ലാഹ് അല്ലാഹു നിലനിർത്തി തരട്ടെ. ഈ മജ്ലിസ് കൊണ്ടൊന്ന് പിണക്കം മാറാനെങ്കിലും ഉപകരിച്ചല്ലോ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അവരുടെ മുറാദൊക്കെ അല്ലാഹു ഹാസിലാക്കട്ടെ. എല്ലാ ദിവസവും ഈ മജ്ലിസ് ഉണ്ടാകും, മറ്റു തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ എല്ലാ ദിവസവും അൽഹംദുലില്ലാഹ് ഈ മജ്ലിസ് ഉണ്ടാകും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ള കുടുംബക്കാരിലേക്ക് ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾക്കുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് അതിൽ ജോയിൻ ചെയ്യുക. അല്ലാഹു തആല കബൂലാക്കട്ടെ, അല്ലാഹു തആല കബൂലാക്കട്ടെ. ഉമ്മയും ഉപ്പയും ഖബറിലാണ്, അല്ലാഹു സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികൾ ഒഴിവാക്കേണ്ട സംസാരങ്ങൾ ഏതൊക്കെയാണെന്നറിയുമോ? പരിഹാസവും നുണയും നമ്മൾ ഒഴിവാക്കണം. തമാശയ്ക്ക് പോലും നുണ പറയരുത്. അത് പണ്ഡിതനാണെങ്കിലും അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും തങ്ങളാണെങ്കിലും മറ്റ് ആരാണെങ്കിലും ശരി, തമാശയ്ക്ക് വേണ്ടി പോലും നുണ പറയരുത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി അല്ലാഹു റസൂൽ പറയുകയാണ്, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയുന്നവന് നാശമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പരിഹാസം, ജനങ്ങളെ ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് കളവ് പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് നാശമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഒരാളെയും പരിഹസിക്കാൻ നിൽക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകൂന ഖൈറൻ മിൻഹുന്ന. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല പറയുകയാണ്, ഒരു വിഭാഗം ആളുകൾ മറ്റു വിഭാഗം ആളുകളെ കളിയാക്കരുത്. കാരണം എന്തെന്നറിയോ? അസാ അൻ യകൂന ഖൈറൻ മിൻഹും, നിങ്ങളെക്കാൾ ഖൈറായ വിഭാഗം നിങ്ങൾ കളിയാക്കുന്ന, നിങ്ങൾ പരിഹസിക്കുന്ന വിഭാഗമായിരിക്കാം. അതുകൊണ്ട് അവർ താഴ്ന്ന ആളുകളാണ്, സമ്പത്ത് കുറഞ്ഞവരാണ്, മറ്റു എല്ലാം മോശക്കാരാണെന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണേ. ആ നിങ്ങളെ പരിഹസിക്കുന്ന ആളുകള് നിങ്ങളെക്കാൾ പടച്ച തമ്പുരാന്റെ മുന്നില് പദവി കൂടിയ ആളായിരിക്കാം, ഖൈറായ ആളായിരിക്കാം. അതുകൊണ്ട് ഒരു മനുഷ്യനെയും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിഹസിക്കരുത് എന്ന് വിശുദ്ധമായ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നാവ് കൊണ്ട് ഒരാളെ പോലും കുത്തി നോവിക്കരുത് എന്ന് ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. ഒരാളെ പോലും അപമാനിക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. സത്യവിശ്വാസം കൈക്കൊണ്ടതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇരട്ട പേര് വിളിച്ചുകൊണ്ട് കളിയാക്കുന്ന, നാണം കെടുത്തുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം. ഇരട്ടപ്പേര് നമ്മൾ ഇരട്ടപ്പേര് വിളിക്കാം. ആരുടെ വിളിക്കാം? നമ്മൾ ഇരട്ടപ്പേര് വിളിച്ചത് കൊണ്ട് അവനിക്ക് ഇഷ്ടമാണ്, അവനിക്ക് പൊരുത്തമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടപ്പേര് വിളിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ ചില ആളുകൾക്ക് നമ്മൾ ഇരട്ടപ്പേര് വിളിക്കുന്നതുകൊണ്ട് വല്ലാത്ത വെറുപ്പായിരിക്കും, ഇഷ്ടക്കുറവായിരിക്കും. അങ്ങനെയുള്ള ആളുകളുടെ ഇരട്ടപ്പേര് വിളിച്ചുകൊണ്ട് ആരെങ്കിലും കളിയാക്കിയാൽ, പരിഹസിച്ചാൽ, അപമാനിച്ചാൽ പഠിപ്പിച്ചു തരികയാണ്, അവർ അതിക്രമകാരികളാണ്. തൗബ ചെയ്യണേ, ഇസ്തിഗ്ഫാർ ചെയ്യണേ.
വമല്ലം യതുബ്, അങ്ങനെ കളിയാക്കിയിട്ട് പരിഹസിച്ചിട്ട് ആരൊരുത്തന് തൗബ ചെയ്തു മടങ്ങിയിട്ടില്ലെങ്കിലോ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, അവർ നരകത്തിന്റെ അവകാശികളാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഇന്നത്തെ മജ്‌ലിസ് കാണുന്ന ഓരോരുത്തരും നിയ്യത്തെടുക്കണം, ഇൻഷാ അല്ലാഹ് എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരാളെ കളിയാക്കൂല, ഞാൻ ഒരാളെയും കുത്തി നോവിക്കൂല, ഞാൻ ആരെയും അപമാനിക്കൂല, ഞാൻ ആരെയും ചീത്ത വിളിക്കൂല. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ നാവ് കൊണ്ട് നരകം വാങ്ങുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. സൂക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ, സൂക്ഷിക്കണേ മുഅ്മിനേ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. പരദൂഷണം പറയുന്നവരുണ്ടാകും, കളവ് പറയുന്നവരുണ്ടാകും, ഗീബത്ത് പറയുന്നവരുണ്ടാകും, അശ്ലീലത പറയുന്നവരുണ്ടാകും, അസഭ്യം പറയുന്നവരുണ്ടാകും. വിശദീകരിച്ച് പോകാൻ സമയമില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെയധികം സൂക്ഷിക്കണേ. അവർ നരകത്തിന്റെ വിറകുകൊള്ളികളാണ്. വലിയ പൈസ മുതൽ മുടക്കിക്കൊണ്ട് നരകത്തിനെ വിലക്ക് വാങ്ങുന്നവരാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഈ ഹിദായത്തിൽ അൻവാറിന്റെ മജ്‌ലിസ് കാണുന്ന ഒരൊറ്റ മുഅ്മിന് പോലും നരകം വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? നമ്മള് തയ്യാറല്ലേ? പിണങ്ങി കഴിയുന്നുണ്ടെങ്കിൽ പിണക്കം മാറ്റണം, ശത്രുത മാറ്റണം, ആരെയും അപമാനിക്കരുത്, വേദനിപ്പിക്കരുത്, കുത്തുവാക്ക് പറയരുത്. നാവ് കൊണ്ട് ഒന്നുകിൽ നിങ്ങൾ നല്ലത് പറയണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ. തയ്യാറല്ലേ? എല്ലാവരും ഒരേ ഇൻഷാ അല്ലാഹ് പറഞ്ഞേ, എല്ലാവരും ഒരേ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് ഓരോ ലൈക്ക് അങ്ങോട്ട് ചെയ്തേ നോക്കട്ടെ. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ആദ്യമായിട്ട് എത്തിയ ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ചാനൽ. എല്ലാ ആളുകളിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല കബൂലാക്കട്ടെ, അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും മുറാദ് അല്ലാഹു ഹാസിലാക്കട്ടെ. എല്ലാവരുടെയും വിഷമങ്ങൾ അല്ലാഹു തീർത്തു തരട്ടെ. എല്ലാവരുടെയും കുറവുകൾ അല്ലാഹു തആല പരിഹരിക്കട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തരട്ടെ. അല്ലാഹു ടെൻഷനുകൾ മാറ്റട്ടെ. ഖൈറും ബറക്കത്തും അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവരും ചൊല്ലിക്കോ. അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞേ. എല്ലാവരും അങ്ങോട്ട് ചെയ്തേ, സപ്പോർട്ട് ചെയ്തേ. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. അല്ലാഹു തആല കബൂലാക്കട്ടെ. എല്ലാവരും കുറച്ച് ദിക്ർ ചൊല്ലി തുടങ്ങിയാലോ നമുക്ക്? എല്ലാവരും ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ലേ? പറയും മുഅ്മിനീങ്ങളെ. എല്ലാവരുടെ കമന്റ് ഞാനിവിടെ കാണുന്നുണ്ട്. നിസ്കരിക്കാന്ന് പറഞ്ഞവരുണ്ട്, ഇനി ആരെയായിട്ട് പിണങ്ങൂല എന്ന് പറഞ്ഞവരുണ്ട്, ചീത്തവാക്ക് പറയൂല എന്ന് പറഞ്ഞവരുണ്ട്, തമ്മിൽ അടികൂടൂല, വഴക്കുണ്ടാക്കൂല, അപമാനിക്കൂല, ഇതിനെ ബസാദും പറയൂല എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ജദ്ദിദൂ ഈമാനകും വനവ്വിറൂ ഖുലൂബകും ബിഖൗലി. എല്ലാവരും ചൊല്ലണം കേട്ടോ. ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് എന്ന ദിക്റാണ് ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും ചൊല്ലണം. അതിനുശേഷം നമ്മൾ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്ന ദിക്ർ ചൊല്ലും. അതിനുശേഷം നമ്മൾ കുറച്ച് സലാത്ത് ചൊല്ലും. അതിനുശേഷം അസ്മാഉൽ ഹുസ്ന ഓതും. അതിനുശേഷം നമ്മൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ആളുകളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് എത്തിയ ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അല്ലാഹു തആല കബൂലാക്കട്ടെ. നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ജദ്ദിദൂ ഈമാനകും വനവ്വിറൂ ഖുലൂബകും ബിഖൗലി
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله എല്ലാവരും ചൊല്ലിക്കോ لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي പാട ആണ്ടാണെന്ന് പറഞ്ഞവരുണ്ട്, മരണപ്പെട്ടു പോയവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലിയ ദിക്ർ അവർക്ക് വേണ്ടിയിട്ട് ഹദിയ ചെയ്തു കൊടുക്കുക. അല്ലാഹു തആല അവരുടെ ഖബറിലേക്ക് നമ്മൾ ഓതിയ അദ്കാറിനെ റബ്ബേ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇപ്പാന്റെ ആണ്ടാണ്, അതാ തന്നെ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ദുആ ചെയ്യുക. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല അളിയന്റെ പേപ്പർ എത്രയും പെട്ടെന്ന് അല്ലാഹു തആല ശരിയാക്കി കൊടുക്കട്ടെ. അവരുടെ വിസ എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കട്ടെ. ഗൾഫിലേക്കുള്ള യാത്ര അല്ലാഹു എളുപ്പമാക്കട്ടെ. സാജിദ എന്ന് പറയുന്ന സഹോദരിയുടെ അളിയന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ദിക്ർ ചൊല്ലാണ്, പരിശുദ്ധവും പരിപാവനവുമായ ദിക്റുകളാണ്. ആ ദിക്ർ എത്ര ചൊല്ലിയാലും നമുക്ക് മുഴുക്കത്തില്ല, എത്ര ചൊല്ലിയാലും മടുക്കത്തുമില്ല. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി.
ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഭാര്യയ്ക്ക് വിട്ടുമാറാത്ത തലവേദന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞ് അല്ലാഹു തആല ശിഫാവ് കൊടുക്കട്ടെ. അദ്ദേഹം ദുആ ചെയ്യാൻ കേട്ടോ. അബ്ദുല്ല അസീസ്, അതുപോലെ തന്നെ ഷിഫ എന്ന സഹോദരി, ഖദീജ മാളു, അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. ഉമ്മു ഹബീബ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ മുറാദൊക്കെ ഹാസിലാക്കി തരട്ടെ. സാജിദ എന്ന സഹോദരി അല്ലാഹു അവിടെ മുറാദ് ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാ പ്രയാസവും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. മകന്റെ വിസ അല്ലാഹു തആല ശരിയാക്കി കൊടുക്കട്ടെ. അല്ലാഹു ഖൈറിലാക്കട്ടെ. അല്ലാഹു വിജയിപ്പിക്കട്ടെ. അല്ലാഹു എല്ലാ തടസ്സങ്ങളും മാറ്റി കൊടുക്കട്ടെ. മീനു സുദി അവരുടെ ഭർത്താവിന്റെ രോഗത്തിന് അല്ലാഹു ശിഫാവ് കൊടുക്കട്ടെ. ആഷിമു ജാഫർ അല്ലാഹു തആല സ്വാലിഹായ മക്കളെ കൊടുക്കട്ടെ. ഖദീജ വി കെ മാളു അല്ലാഹു തആല ഖൈറിലാക്കട്ടെ. അല്ലാഹു എല്ലാ ബറക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. അലർജി സംബന്ധമായ അസുഖം റംലാ നാസിർ അല്ലാഹു തആല അവരുടെ അസുഖത്തിന് ശിഫാവ് കൊടുക്കട്ടെ. അല്ലാഹു തആല ശിഫാവ് കൊടുക്കട്ടെ. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്ന ദിക്ർ സ്വലാത്ത് ആണ്. അസ്മ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം എന്ന സ്വലാത്താണ്. ആ സ്വലാത്തിലൂടെ നമുക്ക് പരിഹാരം കണ്ടെത്തണം. സൈന ചോളമ്മയിൽ അല്ലാഹു തആല ഖൈർ നൽകട്ടെ. മുഹമ്മദ് അലി അല്ലാഹു തആല അവരുടെ മുറാദ് ഹാസിലാക്കട്ടെ. സുബൈദ അല്ലാഹു തആലയുടെ നിയ്യത്തുകളെ കബൂലാക്കട്ടെ. സ്ഫൂബിൻ അബ്ദുള്ള അല്ലാഹു തആല എല്ലാ ഖൈറും ബറക്കത്തും തരട്ടെ. ആശിഖുർ റസൂൽ അല്ലാഹു തആലയുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് സ്വർഗ്ഗം കൊടുക്കട്ടെ. അവരുടെ മുറാദൊക്കെ ഹാസിലാക്കട്ടെ. അബ്ദുൽ സലീം എന്റെ രോഗം അല്ലാഹു തആല അവരുടെ രോഗത്തിന് അല്ലാഹു ശിഫാവ് കൊടുക്കട്ടെ. അല്ലാഹു തആല എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. പാത്തു എന്ന സഹോദരിക്ക് അവരുടെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഷമീർ ബാബു അല്ലാഹു തആല കിട്ടാനുള്ള പൈസ എത്രയും പെട്ടെന്ന് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അതിനുള്ള വഴികൾ അല്ലാഹു എളുപ്പമാക്കട്ടെ. അതിനുള്ള തടസ്സങ്ങൾ അല്ലാഹു തആല മാറ്റട്ടെ. ഭർത്താവിന്റെ 5ാമത്തെ ആണ്ടാണ്. റബ്ബേ നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. നമ്മൾ ഓതിയ ദിക്റിനെയും സ്വലാത്തുകളെയും എല്ലാം ആ മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു നീ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരു പ്രകാശമായി നീ എത്തിക്കണേ അല്ലാഹ്. നീ പാപമോചനം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞാൻ മഹ്ലറ ബദരിയ മജ്ലിസിൽ പോയിട്ടുണ്ട്. അല്ലാഹു തആല ശിഫ കൊടുക്കട്ടെ. അവിടെ എല്ലാ അസുഖങ്ങളും മാറ്റി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. സൗജത്ത് സജീർ മന്നാനി ഉസ്താദ് അല്ലാഹു തആല അവരുടെ ഭാര്യയ്ക്ക് അല്ലാഹു സുഖപ്രസവം കൊടുക്കട്ടെ. അല്ലാഹു തആല സുഖപ്രസവം കൊടുക്കട്ടെ. എല്ലാ നിഅമത്തുകളും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. റംലാ നാസിർ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഊരവേദനയാണ് അല്ലാഹു തആല ശിഫാവ് കൊടുക്കട്ടെ. അല്ലാഹു തആല മിസ്രിയ മിർച്ചി അല്ലാഹു തആല ഖൈറു ബറക്കത്ത് കൊടുക്കട്ടെ. അല്ലാഹു എല്ലാ നിഅമത്ത് കൊടുക്കട്ടെ. ബദറുൽ മുനീർ റഫ്നയാണ് കണ്ണൂർ, ഗർഭിണിയാണ്. അല്ലാഹു സുഖപ്രസവം കൊടുക്കട്ടെ. അല്ലാഹു ഗർഭസ്ഥ ശിശുവിന് ഒരു ന്യൂനതയും ഒരു കുറവും അല്ലാഹു നീ വരുത്തല്ലേ അല്ലാഹ്. ഒരു ബുദ്ധിമുട്ടും നീ വരുത്തല്ലേ അല്ലാഹ്. എനിക്കും ദുആ ചെയ്യണം ഉസ്താദേ. ഫൈസലുർ റഹ്മാൻ അല്ലാഹു തആല ഷാഹിദ്. അല്ലാഹു തആല എല്ലാവിധ നിഅമത്തുകളും അല്ലാഹു തആല ചൊരിഞ്ഞു കൊടുക്കട്ടെ. അവിടെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി കൊടുക്കട്ടെ. മനസ്സമാധാനം കൊടുക്കട്ടെ. ഖൈറായ ജോലിയും ഖൈറായ വരുമാനവും ഖൈറായ സമ്പത്തും അല്ലാഹു കൊടുക്കട്ടെ. കുടുംബത്തിലൊക്കെ എല്ലാവിധ നിഅമത്തും കൊടുക്കട്ടെ. അല്ലാഹു തആല കടങ്ങളൊക്കെ വീട്ടി കൊടുക്കട്ടെ. അല്ലാഹു തആല എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കട്ടെ. സുഹറ ഫാത്തിമ അല്ലാഹു തആല ഖൈറും ബറക്കത്തും തരട്ടെ. ജമീല ബീവി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. എന്ന് ഷോക്കേറ്റ് വീണു അല്ലാഹു തആല ശിഫാ കൊടുക്കട്ടെ. നനഞ്ഞ കൈ വെച്ചൊന്നും ഷോക്കേറ്റ് ഇതിൽ പോയി പിടിക്കരുത്. വയറും കേബിളൊക്കെ പിടിക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം. അല്ലാഹു തആല ശിഫാ തരട്ടെ. ഒരു വിഷമവും അല്ലാഹു വരുത്താതിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. പ്രത്യേകം ദുആ ചെയ്യാൻ കേട്ടോ. അല്ലാഹു അതുകൊണ്ടുള്ള എല്ലാ വിഷമങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ ഭർത്താക്കന്മാരെയും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിൽ അല്ലാഹു സമാധാനം തരട്ടെ. ഖൈർ തരട്ടെ. നിഅമത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. കൈവേദനയ്ക്ക് അല്ലാഹു തആല ശമനം തരട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ ചികിത്സകളൊക്കെ ഫലപ്രദമാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ നിഅമത്ത് നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. സ്വാലിഹായ അമലുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ മജ്ലിസ് പങ്കെടുക്കുന്ന ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. മുറാദ് അല്ലാഹു ഹാസിലാക്കട്ടെ. അല്ലാഹു ലൈല വി കെ അല്ലാഹു തആലയുടെ മുറാദ് ഹാസിലാക്കട്ടെ. പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. അല്ലാഹുയുടെ സങ്കടങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ. അവർക്ക് എല്ലാ നിഅമത്തുകളും അല്ലാഹു കൊടുക്കട്ടെ. മഖബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. അവരുടെ മക്കളെയും കുട്ടികളെയൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. ഗർഭത്തിലെല്ലാ അസുഖങ്ങളും അല്ലാഹു തആല ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ശരീരത്തിലെല്ലാ അസുഖങ്ങളും ഇൻഷാ അല്ലാഹ് എല്ലാവരിലേക്കും മനസ്സമാധാനം അല്ലാഹു തരട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോ. അല്ലാഹു തആല കബൂലാക്കട്ടെ. നിദാ റയ്യാൻ അല്ലാഹു തആല ഖൈർ നന്ന് അനുഗ്രഹിക്കട്ടെ. മകന് നല്ല ഇണയെ കൊടുക്കട്ടെ. അല്ലാഹു എല്ലാ തടസ്സങ്ങളും
സ്വലാത്ത് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാ ഇണയെ കിട്ടാനാണെങ്കിൽ രോഗം കിട്ടാനും മറ്റു ബുദ്ധിമുട്ടൊക്കെ കിട്ടുന്നതിന് വേണ്ടിയൊക്കെ ഇൻഷാ അല്ലാ ചുമ്മാ അല്ലാഹു തആല മാറ്റി തരട്ടെ. അല്ലാഹു തആല അല്ലാഹു ശമനം കൊടുക്കട്ടെ. നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുടെയും സ്വലാത്തുകളുടെയും ഒക്കെ ബറക്കത്ത് കൊണ്ട്, നിങ്ങളുടെ ആമീന്റെ ബറക്കത്ത് കൊണ്ടെല്ലാം അല്ലാഹു തആല എല്ലാം എളുപ്പമാക്കട്ടെ. മോന്റെ വിസയുടെ കാര്യം അല്ലാഹു എളുപ്പമാക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മാറ്റട്ടെ. സ്വഭാവം അല്ലാഹു നന്നാക്കട്ടെ. എല്ലാ ഖൈറാത്തുകളും അല്ലാഹു ചൊരിഞ്ഞു തരട്ടെ. ആമീൻ യാ റബ്ബൽ. ഭർത്താവിന്റെ കടം അല്ലാഹു തആല വീട്ടി കൊടുക്കട്ടെ. എല്ലാ നിഅമത്തുകളും അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. എല്ലാ തടസ്സങ്ങളും അല്ലാഹു തആല മാറ്റി തരട്ടെ ഇൻഷാ അല്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. മുഹമ്മദ് അല്ലാഹുവിന്റെ കുടുംബത്തിനെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സ്വാലിഹായ ഇണയെ കൊടുക്കട്ടെ. അല്ലാഹു ഖൈറായ ജോലി കൊടുക്കട്ടെ. ഖൈറായ ജീവിതം അല്ലാഹു സമ്മാനിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മരണപ്പെട്ടു പോയ നമ്മുടെ മജ്ലിസ് കാണുന്നവരുടെ കുടുംബത്തിൽ നിന്നെല്ലാം ആരെല്ലാം ഉണ്ടോ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും സ്വലാത്തുകളും ഫാത്തിഹായും ഒക്കെ അവരുടെ ഖബറിൽ വെളിച്ചമാക്കി റബ്ബേ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഗൾഫിലുള്ള ഉമ്മയാണ് റബ്ബേ. വീടും ഉപ്പാക്ക് ശമ്പളം അല്ലാഹു എളുപ്പമാക്കട്ടെ. ശമ്പളം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഗൾഫ് ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ഇൻഷാ അല്ലാ. ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ട് തന്നെ പല മെസ്സേജുകളും എനിക്ക് കാണാൻ പറ്റാതെ പോകാറുണ്ട്. അതെല്ലാവരും ക്ഷമിക്കണം. അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എന്തുകൊണ്ടാണ് പല ഉസ്താദ് എന്റെ കമന്റ് വായിക്കാത്തതെന്ന്. കടം അല്ലാഹു തആല വീട്ടി തരട്ടെ. ആയിഷ സുബൈർ അല്ലാഹു തആല കടങ്ങൾ അല്ലാഹു വീട്ടി തരട്ടെ ഇൻഷാ അല്ലാ. എല്ലാവരും എല്ലാ നിയ്യത്തും മനസ്സിൽ വെച്ചിട്ട് എല്ലാവരും ചൊല്ലണം. ചൊല്ലൂലേ? ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യുക. അല്ലാഹു തആല കബൂലാക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലാഹു തആല കബൂലാക്കട്ടെ. എല്ലാവരും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് اللهم صل عليه وسلم اللهم صل على محمد 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 اللهم صل عليه وسلم
اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين എല്ലാവരും ചൊല്ലിക്കോ എല്ലാവരും അസ്മാഉൽ ഹുസ്ന എല്ലാ നിയത്തുകളും മനസ്സിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലാൻ തയ്യാറാകണം അല്ലാഹു തആല സ്വീകരിക്കട്ടെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു هو الله الذي لا إله إلا هو يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا عليم يا الله يا غفور يا الله يا شكور يا الله
يا علي يا الله يا كبير يا الله يا حفيظ يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جامع يا الله يا جامع يا الله എല്ലാവരും ഏറ്റു ചൊല്ലണം യാ ജാമിഉ യാ അല്ലാഹ് യാ ജാമിഉ യാ അല്ലാഹ് യാ ജാമിഉ യാ അല്ലാഹ് يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا فرد يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منعم يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله يا ستار يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد برحمة الله المنان برحمة الله المنان برحمة الله المنان എല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ആമീൻ പറയുക. എല്ലാവരും മനസ്സിൽ വെച്ചുകൊണ്ട് ഉസ്താദ് എൻ്റെ കാര്യം കൂടിയാണ് അത് പറയുന്നത്, എൻ്റെ ആഗ്രഹമാണ്, അത് എൻ്റെ മുറാദാണ്, അത് എൻ്റെ വിഷമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് ആമീൻ പറയുക. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് പരമാവധി നമ്മൾ ദുആ ചെയ്യാൻ ശ്രമിക്കും. എല്ലാവരും ആമീൻ പറയുക. അല്ലാഹു തആല കബൂലാക്കട്ടെ.
الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമു റഹ്മാനായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളുടെ എല്ലാവരുടെയും ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ആമീന നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങൾ ഓതിയ ഫാത്തിഹാനെയും ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകളെയും സ്വലാത്തുകളെയും നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ അസ്മാഉൽ ഹുസ്ന നീ കബൂലാക്കണേ അല്ലാഹ് ആദ്യമായി ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക് ഞങ്ങൾ ഓതിയതിന്റെ മിസ്ൽ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് അംബിയാ മുർസലീങ്ങൾ സഹാബാക്കൾ താബിഈങ്ങൾ തബഅ താബിഈങ്ങൾ ഔലിയാക്കൾ മശായിഖന്മാർ നമ്മുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ സഹപാഠികൾ ഞങ്ങളുടെ സഹായികൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഈ ഹിദായത്തിൽ അൻവാറിന്റെ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ റബ്ബേ അവരുടെ കുടുംബങ്ങളിൽ നിന്നെല്ലാം ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് ഒരു പ്രകാശമായി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഒരു പ്രകാശമായി നീ എത്തിക്കണേ അല്ലാഹ് ഒരു നേരം പോക്കായി നീ എത്തിക്കണേ അല്ലാഹ് അവരുടെ ഖബറിൽ നീ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ് സ്വർഗ്ഗത്തിന്റെ ഉടയാടകൾ നീ ധരിപ്പിക്കണേ അല്ലാഹ് സ്വർഗ്ഗത്തിന്റെ കാഴ്ചകൾ കൊണ്ട് നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത എല്ലാ നന്മകൾക്കും നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ് അവരുടെ എല്ലാ സൽക്കർമ്മങ്ങൾക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ് ഞങ്ങളുടെ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ് ഈ മജ്ലിസ് കൊണ്ട് എല്ലാവർക്കും നീ ഉപകാരം നൽകണേ അല്ലാഹ് ഖൈർ നൽകണേ അല്ലാഹ് ബറക്കത്ത് നൽകണേ അല്ലാഹ് അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ചൊറിച്ചിലാണെന്ന് പറഞ്ഞിട്ട് മുത്തു എന്ന് പറയുന്ന ഒരു സഹോദരി റബ്ബേ അവിടെ അസുഖത്തിന് നീ ശിഫാവ് കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഷുഗറൊക്കെ നീ നോർമലാക്കി കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവിന്റെ മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ് അനുസരണയുള്ള മക്കളാക്കണേ അല്ലാഹ് ഈമാൻ നൽകണേ അല്ലാഹ് അല്ലാഹുവേ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ് നിങ്ങൾക്കെല്ലാം നല്ല കഴിവ് നൽകണേ അല്ലാഹ് ബുദ്ധി നൽകണേ അല്ലാഹ് നിങ്ങളുടെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ് അല്ലാഹുവേ ബദറുദ്ദീൻ ബഹാഉദ്ദീൻ എന്ന് പറയുന്ന സഹോദരന്റെ വലിയപ്പ മരണപ്പെട്ടിട്ടെന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്തിട്ടുണ്ട് ഇന്നാലില്ലാഹ് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ് നരകം ഹറാമാക്കണേ അല്ലാഹ് ഖബർ വിശാലമാക്കണേ അല്ലാഹ് മുഹമ്മദ് ശിബിലിയുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ് നിയ്യത്തുകൾ നീ കബൂലാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ് ഒമാനൂരിൽ നിന്ന് ഐഷ എന്ന സഹോദരി അഫ്സൽ എന്ന സഹോദരി റബ്ബേയുടെ കാലുവേദനയ്ക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാഹ് വെരിക്കോസ് വെയിനിന്റെ അസുഖമാണ് റബ്ബേ നീ ശിഫാവ് നൽകണേ അല്ലാഹ് അല്ലാഹുവിന്റെ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ് മൈമുന സലീമിന്റെ മകന്റെ വികൃതികളൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് ആ മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ് ആബിദീങ്ങളാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഹസീനാടെ 7 വയസ്സുള്ള പൊന്നുമകൾ നടക്കില്ല എന്ന് പറയുന്നു സംസാരിക്കൂല എന്ന് പറയുന്നു ഇരിക്കൂല എന്ന് പറയുന്നു അല്ലാഹ് ആ പൊന്നുമക്കൾക്ക് മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് അവരുടെ ചികിത്സകളൊക്കെ ഫലപ്രദമാക്കണേ അല്ലോ ആ പരീക്ഷണത്തിൽ അവരെ വിജയിപ്പിക്കണേ അല്ലോ ആ മക്കളൊന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആഗ്രഹം റബ്ബേ നീ നടത്തി കൊടുക്കണേ അല്ലോ ആ പൊന്നുമകളുടെ വിഷമം രോഗം എന്താണെങ്കിലും നീ പരിഹാരം നൽകണേ അല്ലോ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലോ നീ ഏറ്റെടുക്കണേ അല്ലോ ഈ മജ്ലിസ് കാണുന്നവരിൽ പലരും രോഗികളാണ് ഹിദായത്തുൽ അൻവാറിന്റെ കുടുംബങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന ഒരുപാട് രോഗികളുണ്ട് ആജിലായ കാമിലായ താമായ ശിഫ നൽകണേ അല്ലാഹ്
മരുന്നില്ലാത്ത രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. കീറിമുറിക്കപ്പെടുന്ന രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ അവരുടെ മകനിക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. ഭർത്താവിന്റെ അസുഖങ്ങളൊക്കെ നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. മുഹമ്മദ് സഫുവാന്റെ കട റബ്ബേ നീ എത്രയും പെട്ടെന്ന് വിറ്റ് കിട്ടാന്നതിന് വേണ്ടി അല്ലാ നീ എളുപ്പമാക്കണേ അല്ലാ. തടസ്സങ്ങളൊക്കെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ നീ ഏറ്റെടുക്കണേ അല്ലാ. മകൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. സ്വാലിഹാക്കണേ അല്ലാ. കടങ്ങളൊക്കെ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാ. ജുബൈരിയായും റസിയക്കും എന്ന മക്കൾക്ക് റബ്ബേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മുറ കല്യാണം ശരിയാകാൻ വേണ്ടിയിട്ട് റബ്ബേ നീ ഹൈറാക്കണേ അല്ലാ. അല്ലാഹുവേ നീ ഹൈറിലാക്കണേ അല്ലാ. നീ വിജയിപ്പിക്കണേ അല്ലാ. നീ ഏറ്റെടുക്കണേ അല്ലാ. കുടുംബങ്ങളിൽ നിന്നെല്ലാം ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട് സ്വർഗം നൽകണേ അല്ലാ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. ഇളമ്പില്ലാശ്ശേരിയിൽ നിന്ന് മൈഗ്രൈന്റെ തലവേദനയാണ് റബ്ബേ നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. ശിഫാവ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ തലവേദന കൊണ്ട്, നെഞ്ചുവേദന കൊണ്ട്, കണ്ണുവേദന കൊണ്ട്, പല്ലുവേദന കൊണ്ട്, മൈഗ്രെയിന്റെ അസുഖം കൊണ്ട്, അലർജി സംബന്ധമായ അസുഖം കൊണ്ട്, കിഡ്നി സംബന്ധമായ അസുഖം കൊണ്ട്, തുമ്മൽ വിട്ടു മാറാത്ത തുമ്മലുള്ളവരുണ്ട്, ജലദോഷമുള്ളവരുണ്ട്, കഫക്കെട്ടുള്ളവരുണ്ട്, അല്ലാഹുവേ മൂത്രക്കടച്ചിലിന്റെ അസുഖമുള്ളവരുണ്ട്, അല്ലാഹുവേ മലബന്ധ അസുഖമുള്ളവരുണ്ട്. എല്ലാവർക്കും നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. വേങ്ങരയിൽ നിന്ന് +2ന്റെ എക്സാം നീ റബ്ബേ നീ വിജയിപ്പിക്കണേ അല്ലാ. നീ വിജയിപ്പിക്കണേ അല്ലാ. നല്ല മാർക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹു ഓപ്പറേഷൻ കഴിഞ്ഞ സഹറ എന്ന സഹോദരിക്ക് നീ റബ്ബേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കീറിമുറിക്കപ്പെടുന്ന മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ മാരകമായ പകർച്ചവ്യാധികളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ക്യാൻസർ രോഗം പിടിപെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മക്കളുണ്ട് അല്ലാ. അവരുടെ എല്ലാ രോഗത്തിനും നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കോ ഞങ്ങൾക്കോ ഞങ്ങളുടെ ഉസ്താദുമാർക്കോ ഞങ്ങളുടെ മക്കൾക്കോ ഞങ്ങളുടെ അയൽവാസികൾക്കോ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലാഹുവേ മാരകമായ അത്തരം രോഗങ്ങൾ തരല്ലേ അല്ലാ. ഈ മജ്ലിസ് കാണുന്നവരുടെ കുടുംബങ്ങളിലും അവർക്കും റബ്ബേ അത്തരത്തിലുള്ള രോഗങ്ങൾ നീ കൊടുക്കല്ലേ അല്ലാ. നീ കൊടുക്കല്ലേ അല്ലാ. മരുന്നില്ലാത്ത രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ. ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന രോഗങ്ങൾ കൊണ്ട് നീ പരീക്ഷിക്കല്ലേ അല്ലാ. നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ മകനിക്കുള്ള ജോലിയുടെ സാലറി നീ കൂട്ടി കൊടുക്കണേ അല്ലാ. അതിനുള്ള വഴികൾ എളുപ്പമാക്കണേ അല്ലാ. തൈറോയിഡിന്റെ അസുഖമുള്ളവരുണ്ട് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മരണപ്പെട്ടു പോയവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. നിസ്കരിക്കാൻ മടിയുള്ളവരുണ്ട്, അത് ഭർത്താക്കന്മാരുണ്ട്, ഭാര്യയുണ്ട്, മക്കളുമാരുണ്ട് റബ്ബേ അവർക്കെല്ലാം നീ അലസത കൊടുക്കല്ലേ അല്ലാ. മടി കൊടുക്കല്ലേ അല്ലാ. ദീനീ താല്പര്യമുള്ളവരാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. 3 മക്കളുണ്ട് റബ്ബേ, സ്കൂളിലും മദ്രസയിലും നല്ല പഠനം കൊടുക്കണേ അല്ലാ. ബുദ്ധി വികാസം കൊടുക്കണേ അല്ലാ. സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കാലുവേദനയ്ക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. ഭർത്താവിന്റെ ഉപ്പാക്ക് സുഖമില്ലാതെ റബ്ബേ കിടക്കുന്ന ശിഫാവ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മാജിദ് എന്ന സഹോദരൻ റബ്ബേ അവിടെ എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. മകന്റെ പരീക്ഷയിൽ നീ ഉന്നത വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കുട്ടിയുണ്ട്, പനി മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. ജോലികളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഭർത്താക്കന്മാരുടെ ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ എക്കാപ്പറമ്പിലുള്ള സാബി ഉസ്താദിന്റെ ഉമ്മാക്ക് സുഖമില്ലെന്ന് പറയുന്നു, ഹോസ്പിറ്റലിലാണ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ശൗക്കത്ത് അലി ഉസ്താദെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ മക്കൾക്ക് നീ അല്ലാ ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ നിന്നാണ്, ലക്ഷദ്വീപിൽ പല ഭാഗങ്ങളിൽ നിന്നാണ്
നിന്നാണ്, ലക്ഷദ്വീപിൽ നിന്ന്, ഗൾഫിൽ നിന്ന്, ആൻഡമാൻ നിക്കോബാറിൽ നിന്ന് ദുആ ചെയ്യാൻ പറഞ്ഞവരാണ്. അല്ലാഹുവേ അവരുടെ മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആ ശൗക്കത്ത് അലിയുടെ കുടുംബത്തിനെ നീ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് നീ ഖൈറും ബർക്കത്തും കൊടുക്കണേ അല്ലാ, നിഅമത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ മക്കളുടെ രോഗങ്ങൾക്ക് ശിഫാവ് കൊടുക്കണേ അല്ലാ. നല്ല ബുദ്ധിയും പഠന പുരോഗതിയും കൊടുക്കണേ അല്ലാ. ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങളുടെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ. മകനിക്ക് നല്ല വിസ കിട്ടണേ, വിസ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്നവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. എല്ലാവരുടെയും കുറവുകൾ നീ പരിഹരിക്കണേ അല്ലാ. അപകടങ്ങൾ തരല്ലേ അല്ലാ, അപകട മരണങ്ങൾ തരല്ലേ അല്ലാ, കീറി മുറിക്കപ്പെടുന്ന മരണങ്ങൾ തരല്ലേ അല്ലാ. ഞങ്ങളുടെ ശരീരങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ മജ്ലിസ് കൊണ്ട് എല്ലാ നന്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ തരണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്നവർക്ക് മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. കണ്ണിന് കുളിർമേകുന്ന മക്കളെ കൊടുക്കണേ അല്ലാ. അവിടെ ചികിത്സകളൊക്കെ ഫലപ്രദമാക്കണേ അല്ലാ. അവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ സമ്മാനിക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കെല്ലാം ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മക്കളെ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ട്, ഒന്ന് തിരിഞ്ഞു നോക്കാത്ത മക്കളുമാരുള്ളവരുണ്ട്. അല്ലാ അവർക്ക് നീ സ്നേഹം കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. വിവാഹങ്ങൾ നടക്കാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ആ വഴികളൊക്കെ എളുപ്പമാക്കണേ അല്ലാ. തടസ്സങ്ങളൊക്കെ മാറ്റണേ അല്ലാ. കുറവുകളൊക്കെ നീ പരിഹരിക്കണേ അല്ലാ. അല്ലാഹു കൃഷിയിലും കച്ചവടത്തിലും ബിസിനസ്സുകളിലുമെല്ലാം നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. നിഅമത്ത് നൽകണേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. രോഗങ്ങളിൽ നിന്നെല്ലാം ശിഫാ നൽകണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്ലിസ് തട്ടിക്കളയല്ലേ അല്ലാ. ഞങ്ങൾ ആരെയും നീ നിരാശരാക്കല്ലേ അല്ലാ. അല്ലാഹുവിന് ആഫിയായ ഇൽമു നൽകണേ അല്ലാ. പഠിക്കുന്ന മക്കളുണ്ട്, അല്ലാഹുവേ നാഫിയായ ഇൽമു നൽകണേ അല്ലാ. അല്ലാഹുവേ ഓപ്പറേഷൻ ഡിസ്ചാർജ് ആവുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നതിന് വേണ്ടി അല്ലാ അവിടെ ഒരു ബുദ്ധിമുട്ടും വരുത്തല്ലേ അല്ലാ. അവിടെ രോഗത്തിനെല്ലാം നീ ശിഫാ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തിനെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. കടങ്ങളൊക്കെ നീ വീട്ടിത്തരണേ അല്ലാ. പ്രവാസികൾക്ക് നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അല്ലലില്ലാത്ത, പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത കുടുംബങ്ങളാക്കണേ അല്ലാ. പ്രവാസി ജീവിതത്തിൽ നീ സന്തോഷവും ഖൈറും കൊടുക്കണേ അല്ലാ. മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. നിസ്കാരമുള്ളവരാക്കണേ അല്ലാ. അഹങ്കാരികളാക്കല്ലേ അല്ലാ. അസൂയാലുക്കളാക്കല്ലേ അല്ലാ. ഗീബത്ത് പറയുന്നവരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിന് നീ സന്തോഷവും റാഹത്തും നൽകണേ അല്ലാ. ഈ മജ്ലിസ് നീ സ്വീകരിക്കുന്ന മജ്ലിസാക്കണേ അല്ലാ. അല്ലാഹുവേ സ്വീകരിക്കുന്ന മജ്ലിസാക്കണേ അല്ലാ. എല്ലാ ഖൈറുകളും നീ അടുപ്പിച്ചു തരണേ അല്ലാ. എല്ലാ ശർറുകളും നീ തട്ടി മാറ്റണേ അല്ലാ. അല്ലാഹുവേ കച്ചവടങ്ങളിലെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. തൊഴിലുകളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആരോഗ്യത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റൗള കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. റൗള കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. വീട് പണി നടക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. തടസ്സങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ഹലാലായ സമ്പത്ത് കൊടുക്കണേ അല്ലാ. ഖൈറിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, സ്വന്തമായൊരു ഭവനം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ എപ്പോൾ മരണപ്പെട്ടാലും നല്ല ദിവസം, നല്ല രാവിലെ വലുവോടുകൂടി പുഞ്ചിരിച്ച് ഈമാനോടുകൂടി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം സ്വല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാം. നിങ്ങളും നിങ്ങളുടെ ദുആകളിലൊക്കെ എന്നെയും കുടുംബത്തിനെയും മാതാപിതാക്കളെയും ഭാര്യ മക്കൾ അവരുടെ കുടുംബത്തിനെയൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ മജ്ലിസ് എല്ലാവരിലേക്കും, നിങ്ങൾക്ക് ഈ മജ്ലിസ് കൊണ്ട് ഉപകാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരു സ്റ്റാറ്റസ് എങ്കിലും വെക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ആ ലിങ്ക് വഴി ജോയിൻ ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ ദുആഇനെ കബൂലാക്കട്ടെ. ആഖിറം അല്ലാഹു വെളിച്ചമാക്കട്ടെ. നമ്മുടെ ഖബർ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം അല്ലാഹു സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഒരു സ്റ്റാറ്റസ് ഒക്കെ വെക്കണേ. എല്ലാവരും ഒരു സ്റ്റാറ്റസ് വെക്കുക, ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു തആല എല്ലാ ബറക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആകളിലും ഇൻഷാ അല്ലാഹ് വിനീതനെയും കുടുംബത്തിനെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്കും വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. അതുപോലെ ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യുമെന്ന് ഉണർത്തിക്കൊണ്ട് തൽക്കാലം നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.